വെള്ളിത്തിരയിലെ വെള്ളി നക്ഷത്രം തരുണി. 2004 തന്റെ 5-ാം വയസ്സിൽ വിനയൻ സംവിധാനം ചെയ്ത ഹൊറർ കോമഡി ചിത്രമായ വെള്ളി നക്ഷത്രത്തിലൂടെയാണ് തരുണി സിനിമയിലെത്തുന്നത്. സിനിമയിൽ പൃഥ്വിരാജിന്റെ മകളായ അമ്മുക്കുട്ടി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച തരുണിയെ ആരും തന്നെ മറന്നിട്ടുണ്ടാവില്ല. ആര് കണ്ടാലും വാത്സല്യം തോന്നും വിധം ഓമനത്തുമുള്ള രൂപം. കുക്കുർ കുക്കുറുക്കൻ എന്ന ഗാനരംഗം ഇന്നും കുട്ടികളുടെ ഇടയിൽ തരംഗമാണ്. ആ സിനിമ അസാധാരണമായ ജനപ്രീതിയാണ് തരുണിക്ക് നേടിക്കൊടുത്തത്. അതേ വർഷം തന്നെ വിനയൻ തന്റെ സത്യം എന്ന സിനിമയിലും തരുണിക്ക് അവസരം നൽകുകയുണ്ടായി. 2 ചിത്രത്തിലൂടെ തരുണി മലയാളികളുടെ പൊന്നോമനയായി. ആദ്യ ഷോട്ടിൽ തന്നെ തരുണിയുടെ പെർഫോമൻസ് കണ്ട് സിനിമയുടെ അണിയറ പ്രവർത്തകർ അതിശയിച്ചു. പരിചയസമ്പന്നരായ മുതിർന്നവരെ പോലെയാണ് തരുണിയുടെ അഭിനയം. വളരെ ബ്രില്യന്റ് ആയിരുന്ന കുട്ടിയായിരുന്നു അവൾ. സിനിമയിൽ കാറ്റുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പ്രൊപ്പല്ലറുകൾക്ക് നടുവിൽ നിന്ന് മുതിർന്നവരെ പോലെ സിനിമയുടെ ക്ലൈമാക്സിൽ തരുണി അഭിനയിച്ചത് പിന്നണി പ്രവർത്തകർക്ക് അത്ഭുതമായിരുന്നു. വെള്ളി നക്ഷത്രം പല ഭാഷകളിലേക്കും റീമേക്ക് ചെയ്യപ്പെട്ടു. തരുണിയുടെ കീർത്തി വളരെ പെട്ടെന്ന് തന്നെ സിനിമാ വൃത്തങ്ങളിൽ പടർന്നു. വ്യവസായിയായ ഹരീഷ് സച്ദേവിന്റെയും ഗീതയുടെയും മകളായി മുംബൈയിലാണ് തരുണി ജനിച്ചത്. സിനിമയിൽ എത്തും മുമ്പേ നിരവധി പരസ്യ ചിത്രങ്ങളിലും തരുണി അഭിനയിച്ചിരുന്നു. കോൾഗേറ്റ്, ICICI ബാങ്ക്, പാരച്യൂട്ട്, സഫോള ഓയിൽ, കേസർ ബദാം മിൽക്ക് തുടങ്ങി നിരവധി പരസ്യചിത്രങ്ങൾ. കരീഷ്മ കപൂറിനൊപ്പം രസ്നയുടെ പരസ്യങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതോടെയാണ് തരുണിയുടെ പ്രകടനം രാജ്യത്താകമാനം ചർച്ചാ വിഷയമായത്. പിന്നീട് അവൾ രസ്ന ഗേൾ എന്നറിയപ്പെടുവാൻ തുടങ്ങി. പരസ്യചിത്രങ്ങളിൽ നിന്ന് വിഭിന്നമായി ഒരു ഫീച്ചർ ഫിലിമിൽ മുഴുനീള വേഷം അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാനുള്ള തരുണിയുടെ കഴിവ് കണ്ട് ബാൽക്കി തന്റെ പാ എന്ന അമിതാഭ് ബച്ചൻ ചിത്രത്തിലേക്ക് തരുണിയെ ക്ഷണിച്ചു. ബച്ചന്റെ സുഹൃത്തായി മുഴുനീള വേഷത്തിലാണ് തരുണി അഭിനയിച്ചത്. അതോടെ കുട്ടിയുടെ പ്രശസ്തി എല്ലാ അതിരുകളും ഭേദിച്ച് മുന്നേറി. 2014 പുറത്തിറങ്ങിയ തമിഴ് ത്രില്ലർ വെട്രി സെൽവനിലാണ് തരുണിയെ അവസാനമായി അഭിനയിക്കുന്നത്. സിനിമയിലെ തന്റെ പ്രധാനപ്പെട്ട മിക്കവാറും എല്ലാ സീനുകളും തരുണി അഭിനയിച്ച് പൂർത്തിയാക്കിയിരുന്നു. തരുണിയുടെ മരണശേഷമാണ് ഈ സിനിമ റിലീസ് ചെയ്യപ്പെട്ടത്. മരണം മുൻകൂട്ടി കണ്ട തരുണി അമ്മയും കൂട്ടുകാരികളും കൂടി നേപ്പാൾ സന്ദർശനത്തിന് പോയപ്പോൾ ഒട്ടും താല്പര്യമില്ലാതെയാണ് തരുണി കൂടെ പോയത്. കൂട്ടുകാരികളെ പിരിഞ്ഞിരിക്കാനുള്ള മടിയായിരുന്നു കാരണം. ഒടുവിൽ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി തരുണിയും നേപ്പാളിലേക്ക് യാത്രയായി. നേപ്പാളിലേക്ക് ഇടയ്ക്കിടെ യാത്ര പോകുന്ന ശീലം തരുണിയുടെ കുടുംബത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ യാത്രയിൽ അസാധാരണമായി ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അന്ന് മുംബൈയിൽ നിന്ന് നേപ്പാളിലേക്ക് യാത്ര പുറപ്പെടും മുമ്പ് തരുണി തന്നെ എല്ലാ കൂട്ടുകാരികളെയും വിളിച്ചു വരുത്തി കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞ ശേഷം ഇത്ര കൂടി പറഞ്ഞു: "ഞാൻ നിങ്ങളെ അവസാനമായി കാണുകയാണ്. നീ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് അവർ ചോദിച്ചു. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ എന്നായിരുന്നു തരുണിയുടെ മറുപടി. അവസാന വിമാനയാത്രയ്ക്കായി തയ്യാറെടുത്തിരിക്കുമ്പോൾ തരുണി കൂട്ടുകാരി തനുഷിക്ക് ഒരു മെസ്സേജ് അയച്ചു. ഒരുപക്ഷെ ഈ വിമാനം തകർന്നു പോയാൽ എന്തു ചെയ്യും എന്നായിരുന്നു ആ സന്ദേശം. എന്തുകൊണ്ട് തരുണി ഇങ്ങനെ പറഞ്ഞുവെന്ന് കൂട്ടുകാരികൾക്ക് ഇപ്പോഴും കണ്ടെത്താനാകുന്നില്ല. വിമാനത്തിൽ വെച്ച് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യും മുമ്പ് തരുണി തനുഷ്കയ്ക്ക് അവസാനമായ ഒരു മെസ്സേജ് കൂടി അയച്ചു: "ഐ ലവ് യു." തനുഷ്ക അതിന് മറുപടി അയച്ചപ്പോഴേക്കും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു കഴിഞ്ഞിരുന്നു. ബെസ്റ്റ് ഫ്രണ്ട്സായ രണ്ടുപേർ തമ്മിൽ അങ്ങനെയൊരു സന്ദേശം ആ സമയത്ത് അയക്കേണ്ട ആവശ്യം തീരെയില്ല. എന്നിട്ടും അപ്രതീക്ഷിതമായി വിമാനത്തിൽ വെച്ച് അവൾ അത് അയച്ചത് തനുഷ്കയ്ക്ക് ഇന്നും ദുരൂഹമായി തോന്നുന്നു. മരണം മുൻകൂട്ടി കാണാനുള്ള മനുഷ്യ മനസ്സിന്റെ കഴിവ് ഇതുമായി ചേർത്ത് വെച്ച് പിന്നീട് പലരും വ്യാഖ്യാനിച്ചു. 2012 മെയ് 14 നേപ്പാളിലുണ്ടായ വിമാന അപകടത്തിൽ തരുണി മരണപ്പെടുമ്പോൾ അന്ന് അവൾക്ക് വെറും 14 വയസ്സ് മാത്രമായിരുന്നു. നിഷ്കളങ്കത പൊഴിയുന്ന തരുണിയുടെ ആ പുഞ്ചിരി ഇന്നും ഓരോ മലയാളികളുടെയും മനസ്സിൽ നിന്ന് മാഞ്ഞുപോയിട്ടില്ല. ഇന്നും ആ ചിരിയും പാട്ടും നിറശോഭയോടെ നമ്മുടെ കൺമുമ്പിൽ തന്നെയുണ്ട്. തരുണിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം.